400 സീറ്റെന്നുള്ള തൻ്റെ മുദ്രാവാക്യം ഒഴിവാക്കി നരേന്ദ്രമോദി മുങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുൻപേ തന്നെ മോദി തെരഞ്ഞെടുത്ത ഒരു പ്രചരണ തന്ത്രമായിരുന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രവർത്തകർക്ക് വിളിച്ചു കൊടുക്കുന്ന ഒരു മുദ്രാവാക്യം, അബ് കി ബാർ അഥവാ ഇത്തവണ നമ്മൾ. അപ്പോൾ പ്രവർത്തകർ ഇങ്ങനെ പറയണം, 400 പാർ, അതായത് 400 കടക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടം പൂർത്തിയായതോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അബ് കി ബാർ എന്ന് പ്രധാനമന്ത്രി മോദി വിളിച്ചുകൊടുത്ത് 400 പാർ എന്ന് അണികളെ കൊണ്ട് ഏറ്റുവിളിപ്പിക്കുന്ന ആ പരിപാടി തന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ മോദിയും BJPയും കൊണ്ടുവന്ന ഇത്തവണ 400 കടക്കം എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് പൊടുന്നനെ രാജ്യത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന 200ഓളം സീറ്റുകളിൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമടക്കം പ്രതീക്ഷ തെറ്റിയ BJP 400 പോയിട്ട് 250 സീറ്റെങ്കിലും കടക്കില്ല എന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ മുദ്രാവാക്യം തന്നെ BJPയുടെ ഒരു സെൽഫ് ഗോളായെന്നും അത് ശക്തമായി തിരിഞ്ഞുകൊത്തിയെന്നും പാർട്ടിക്ക് തന്നെ സൂചന ലഭിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവിലാണ് 2ാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. 400 സീറ്റെന്ന് പറഞ്ഞത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണെന്നും കിട്ടാനുള്ളത് എല്ലാം സംസ്ഥാനങ്ങളിലും പരമാവധി 2019 തന്നെ കിട്ടിയെന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ക്യാമ്പയിൻ രാജ്യം ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. അതോടെ ഒരു 50 സീറ്റുകളെങ്കിലും കുറഞ്ഞാൽ BJPക്ക് ഭരണം നഷ്ടമാകുമെന്ന യാഥാർത്ഥ്യം രാജ്യം തിരിച്ചറിഞ്ഞതാണ് BJPയെ ആശങ്കപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 400 വേണ്ട, ഒരു കുന്തവും വേണ്ട, എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടിയാൽ മതിയെന്നായി മോദിയും കൂട്ടരും. 2ാം ഘട്ടത്തിന് ശേഷം ബീഹാറിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ നടത്തിയ റാലികളിലൊന്നും 400 പാർ എന്ന മുദ്രാവാക്യം വിളിച്ചു കേട്ടിട്ടില്ല. BJP 400 കടന്നാൽ വലിയ ആശങ്കയാണ് ജനങ്ങൾ ഇവിടെ കാത്തുസൂക്ഷിക്കുന്നത്. അംബേദ്കറുടെ സംഭാവനയായ ഭരണഘടന തന്നെ മാറ്റുകയും SC/ST സംവരണം ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന പ്രചരണം UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെയും ദളിത് വോട്ടർമാരെ BJPക്ക് എതിരാക്കി മാറ്റിയിട്ടുണ്ട്. 400 സീറ്റ് ലക്ഷ്യമിടുന്നത് ഭരണഘടന മാറ്റാനാണെന്നും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ സംവരണം റദ്ദാക്കുമെന്നും ദളിതർക്കിടയിലുണ്ടായ ഒരു പ്രചരണത്തിന് RSS BJP നേതാക്കളുടെ പ്രസ്താവനകളും ബലം നൽകി. BSPക്കൊപ്പം നിന്ന ദളിത് വോട്ടർമാർ BJPയെ തോൽപ്പിക്കാൻ ഇന്ത്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ടു നൽകിയിട്ടുണ്ട് എന്നാണ് BJPയുടെയും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് ദളിത് വിഭാഗത്തിൻ്റെ മനോഗതി മാറ്റാൻ SC/ST സംവരണം ഇല്ലാതാക്കി കോൺഗ്രസ് അത് മുസ്ലിങ്ങൾക്ക് നൽകാൻ പോകുകയാണെന്ന വ്യാജ പ്രചരണം മോദി തന്നെ നടത്തിയത്. അതെവിടെയും വിലപ്പോവുകയും ചെയ്തിട്ടില്ല. സംവരണത്തിൻ്റെ കാര്യത്തിൽ BJPയോടുണ്ടായ പേടി കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാൻ ഈ വ്യാജ ആരോപണം മോദി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തങ്ങൾ ഒരിക്കലും ഭരണഘടന മാറ്റില്ലെന്നും സംവരണം നിർത്തലാക്കില്ലെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും BJP നേതാക്കളുമൊക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പണി പാളി എന്നുറപ്പായതിനാലാണ്. 400 സീറ്റ് കിട്ടുന്നതല്ല, നാണം കെടാതെ രക്ഷപ്പെട്ടാൽ മതിയെന്നായി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും എന്ന അവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. അതാണ് മുദ്രാവാക്യവും പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടത്.